Good evening, everyone. Welcome to the webinar Women for Women. എൻ്റെ പേര് സ്മിത നായർ ആൻഡ് ഞാൻ പ്രൊഫഷണലി ഒരു ജാവ ഡെവലപ്പറാണ്. ഒരു 18 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ആസ് എ പാഷൻ ഞാൻ കുറേ ഇനീഷ്യേറ്റീവ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമാണ് ഈ വിമൻ ഫോർ വിമൻ എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ്. സോ അതിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് വിമൻ ഹു വോണ്ട്സ് ടു റീ എൻറ്റർ ഇൻ ടു ദി കരിയർ, അവരെ ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവരുടെ ജേർണിക്ക് വേണ്ടി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ദെൻ അവർ ആ ഗോളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഹോൾഡ് ചെയ്ത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരെ ഗൈഡ് ചെയ്ത് അവരുടെ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ദിസ് ഐ എം ഡൂയിങ് in association with Talir Foundation. സോ ഇന്ന് രാത്രിയിലത്തെ രാഹുൽ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി ഇൻഫോർമൽ സെഷനാണ്. ഇവിടെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു PPT ഇല്ലാതെ വന്നേക്കുന്നത്. യൂഷ്വലി എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടോ എന്തെങ്കിലും കാണിക്കാനൊക്കെ. പക്ഷെ ദിസ് വൺ ഐ തിങ്ക് നമുക്കൊരു കോൺവെർസേഷണൽ സെഷൻ ആക്കി മാറ്റാം. ഇത് കംപ്ലീറ്റ്ലി ഇൻഫോർമൽ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ സ്റ്റോപ്പ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. സോ ഇതിനൊരു പ്രത്യേകിച്ച് ഫോർമാറ്റോ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നുമില്ല. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ വെബിനാറിനെ നെക്സ്റ്റ് 1 hour നമുക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, സോ ഫീൽ ഫ്രീ ടു ഷെയർ യുവർ ഇൻപുട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ആസ് ഐ സെഡ് ഇന്ററാക്റ്റീവ് ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് കുറേ കൂടിയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പിന്റെ ബ്ലാക്ക് സ്ക്രീൻ നോക്കി സംസാരിക്കുന്ന പോലെയാണ്. സോ അഞ്ജു, അൻഫീന, റിൻസി and Arti, thank you so much for, I see some faces to talk to. So thank you so much. ബാക്കിയുള്ളവർക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ഒക്കെ ആവുകയാണെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ചെയ്താൽ എനിക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, സോ ഗൈഡിങ് ഓൺ വിത്ത് ആസ് എ സെഡ് ഞാനൊരു വുമൻസ് കോച്ച് ആണ്. അപ്പോൾ ആസ് എ സെഡ് എൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്ലാൻ ബിൽഡ് ചെയ്യുക ആൻഡ് അസിസ്റ്റ് ചെയ്യുക. ഇതിന് ഫസ്റ്റ് വൺ ഐ സെഡ് ഇസ് മോട്ടിവേഷൻ. അത് രാഹുൽ പറഞ്ഞ പോലെ അത് ഈ ഗ്രൂപ്പിന് അറ്റ്ലീസ്റ്റ് ആവശ്യമില്ല എന്ന് ഐ ഫീൽ. ബിക്കോസ് സാറ്റർഡേ നൈറ്റ് ഈസ് ദ പീക്ക് ടൈം ഫോർ എ ഫാമിലി വുമൻ അല്ലേ? ആ സമയത്ത് കൊച്ചുങ്ങളുടെ ഡിന്നർ, ഫാമിലി ഡിന്നർ, മൂവി ടൈം, ഗെറ്റ് ടുഗെദേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൊരു സമയത്ത് നിങ്ങൾ ഈ സെഷൻ ജോയിൻ ചെയ്യാൻ പ്രയോറിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ മനസ്സുകൊണ്ട് യു ആർ ഓൾറെഡി മോട്ടിവേറ്റഡ്. ഒരു മോട്ടിവേഷന്റെ ആവശ്യം ഈ ഗ്രൂപ്പിന് അറ്റ്ലീസ്റ്റ് ഇല്ല. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? നിങ്ങൾക്ക് ഇനി ആകെ വേണ്ടത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. എങ്ങനെ എനിക്ക് എൻ്റെ ഗോളിനെ അച്ചീവ് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡൻസ്, ഒരു ഡയറക്ഷൻ. ഹൗ ഷുഡ് ഐ സ്റ്റാർട്ട്, വേർ ഷുഡ് ഐ സ്റ്റാർട്ട്? ആ ഒരു ഇൻഫർമേഷൻ ആണ് ഐ ബിലീവ് ദിസ് ഗ്രൂപ്പ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ. കാരണം മോട്ടിവേഷന്റെ ആവശ്യം തീരെയില്ല. പക്ഷെ വൺ ട്രിക്കി തിങ് അബൌട്ട് മോട്ടിവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഒരു ദിവസം വരും, ഒരു ദിവസം പോവും അല്ലെ? സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ഹോൾഡ് ഓൺ ടു ദാറ്റ് സ്പിരിറ്റ്. എൻ്റെ സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പറയുകയാണെങ്കിൽ ഇസ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് അല്ലെ? ചില സമയത്ത് നമുക്കൊന്ന് പെട്ടെന്ന് ഒരു ഡയറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ റെജീം ഒക്കെ ഒന്ന് നീറ്റാക്കി, ഫുഡൊക്കെ ഞാൻ ഇനി ഷുഗർ കഴിക്കില്ല, കാർബ്സ് കഴിക്കില്ല, വർക്ക്ഔട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ അത് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുൾ ചാർജ്ഡ് ആയിരിക്കും. എന്നിട്ട് ഞാൻ പോയിട്ട് എല്ലാ ഫ്ലാക്സ് സീഡ്, കിൻവ സീഡ്, എല്ലാ സീഡൊക്കെ വാങ്ങിച്ചു വെക്കും, ഷുഗർ ഒക്കെ കട്ട് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും, വർക്ക്ഔട്ട് ക്ലോത്ത്സ് വാങ്ങിച്ചുകൊണ്ടിരും. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 1 വീക്കിന്റെ സ്പിരിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ് വീക്കെൻഡ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സാരല്ല, ഞാൻ 5 ദിവസം ഡിസിപ്ലിൻഡ് ആയിരുന്നു, വീക്കെൻഡ് അല്ലെ കുഴപ്പമില്ല, കുറച്ച് എക്സ്ട്രാ സ്വീറ്റ്സ് കഴിക്കാം അല്ലെങ്കിൽ പേസ്ട്രി കഴിക്കാം. മൺഡേ ആയി കഴിഞ്ഞപ്പോഴെങ്കിലും എന്ത് പറ്റും? അതൊക്കെ മതി, ഇപ്പൊ നമ്മുടെ ലൈഫ് അല്ലേ, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വർക്ക്ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന ആ ടാർഗറ്റിനെ നമ്മൾ അങ്ങോട്ട് ഷൻ അവേ ചെയ്ത് കളയും. ഇത് കഴിഞ്ഞിട്ട് ഒരു 2-3 months കഴിയുമ്പോഴാണ് നമ്മൾ തിരികെ ആലോചിക്കുന്നത് ഒന്ന് വെയിറ്റ് ലോസ് ചെയ്താലോ. ഇത് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ നടക്കും അല്ലെ? ആൻഡ് 2025 ഓൾസോ ഗെറ്റ്സ് ഓവർ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട്. താങ്ക് യു ഹിബ ഫോർ ടേണിംഗ് ഓൺ ദ ക്യാമറ. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് നമ്മളുടെ തലയിൽ ഒരു വിഷ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ വെയിറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ കരിയറിലേക്ക് ഗെറ്റ് ബാക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഒരു വിഷാണ്. വിഷ് വിൽ നോട്ട് ഹെൽപ്പ് യു. നമുക്ക് വേണ്ടത് ഒരു ഗോളാണ് അല്ലെ? ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സേയിങ് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിക്കാണ്ട് ഇഫ് ഐ സേ എനിക്ക് 3 മാസത്തിൽ 2 കിലോ ലൂസ് ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ട്, നമുക്കൊരു മെഷറബിൾ ഗോൾ ഉണ്ട്.
നമ്മളൊരു ടൈം ബൗണ്ട് ചെയ്തേക്കാണ്. എനിക്ക് 3 മന്തിന്റെ ഉള്ളിൽ 2 കിലോസ് ലൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഗോളിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗോളിലേക്ക് വർക്ക് ചെയ്യാൻ നമുക്കൊരു പ്ലാനും വേണം. എങ്ങനെയായിരിക്കും ഞാൻ ആ 3 മന്ത്സിൽ 2 കിലോസ് ലൂസ് ചെയ്യാം? യാ അതുപോലെ തന്നെയാണ് നമ്മുടെ കരിയർ ആസ്പിറേഷൻ അറ്റൈൻ ചെയ്യാനും. എനിക്ക് ജോലി വേണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് സമയം കിട്ടുമ്പോൾ അപ്ലൈ ചെയ്യാം, സമയം കിട്ടുമ്പോൾ പഠിക്കുക, അതിനൊരു കോർണറിൽ ഇങ്ങനെ വെച്ചിട്ട് സമയം ഉള്ളപ്പോ ഞാൻ അതിൽ കൂടെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ഗോളിൽ എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് സീരിയസ് ആണ്, ഈ ഗ്രൂപ്പ് സീരിയസ് ആണ് ടു ഗെറ്റ് ബാക്ക് ടു വർക്ക് എങ്കിൽ നിങ്ങളുടെ ഈ ഡ്രീം ഓർ ദിസ് ഗോൾ ഓഫ് ഗെറ്റിംഗ് ടു എ ജോബ് അത് സെന്റർ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. ഇറ്റ് ഹാസ് ടു ബി അണ്ടർ ദ സ്പോട്ട് ലൈറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിന്റെ അറൗണ്ട് ആയിരിക്കണം. ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. എന്നാൽ മാത്രം ആ ഒരു പ്രയോറിറ്റി നിങ്ങൾ അധികം നാളൊന്നും കൊടുക്കണ്ട. മേ ബി ഒരു 6 months. എല്ലാവർക്കും ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ ജനറലൈസ് ചെയ്യണില്ല. ഇപ്പോ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ നേരത്തെ ആൻസർ പറഞ്ഞില്ല, 10-year ഗ്യാപ്പ് ഉള്ളവരുണ്ട്, 9 months ഗ്യാപ്പ് ഉള്ളവരുണ്ട് അല്ലെ. ഒരു 9 month ഗ്യാപ്പ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കരിയറിലേക്ക് തിരിച്ചു വരാൻ പറ്റും. 10-year ഉള്ള ആൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി സമയം എടുക്കുമായിരിക്കും. സോ എന്താണെങ്കിലും നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു 6 months ഞാൻ ഡെഡിക്കേറ്റഡ്ലി ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പോവാണ് എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീച്ച് വാട്ട് യു വാണ്ട് ടു. ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ക്യാൻ യു ആൻസർ മീ, വൈ ഡു യു വാണ്ട് ടു കം ബാക്ക് ടു ജോബ് നൗ? ഇത്രയും ഗ്യാപ്പ് ഒക്കെ ഉള്ളവരല്ലേ. വൈ ഡു യു വാണ്ട് ടു കം ബാക്ക് നൗ? എന്താണ് ഇപ്പൊ ചേഞ്ച് ആയ ദാറ്റ് യു വാണ്ട് ടു കം ബാക്ക്? താങ്ക് യു ദീപ ഫോർ ടേണിംഗ് ഓൺ ദ ക്യാമറ. ചാറ്റിൽ ഒന്ന് ഇടാമോ, എന്താണ് നിങ്ങളുടെ പേഴ്സണൽ റീസൺ തിരിച്ചു വരാനായിട്ട്? ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ദീപ ആണോ പറഞ്ഞത്? ആ ഒന്നുമില്ല ദീപ, നമ്മൾ ജസ്റ്റ് സംസാരിക്കായിരുന്നു അബൌട്ട് നമുക്ക് ഗോൾ കരിയറിലേക്ക് കംബാക്ക് ചെയ്യണമെങ്കിൽ ഒരു വിഷ് ഉണ്ടായ പോരാ, നമുക്കൊരു പ്ലാൻ ഉണ്ടാവണമെന്ന്. ഓക്കെ, അപ്പോ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാമോ, ലൈക്ക് വൈ യു വോണ്ട് ടു കം ബാക്ക് ടു ജോബ് നൗ? ഇപ്പൊ എത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ട് ദീപയ്ക്ക്? എനിക്ക് 1 year. 1 year. ഓക്കെ, ഇപ്പൊ 1 yearന്റെ ബ്രേക്ക് പേഴ്സണൽ റീസൺസ് കൊണ്ട് എടുത്തതായിരിക്കാം. പക്ഷെ ഇപ്പോ ഓക്കെ, ഇനി തിരിച്ചു വരാം. കഴിഞ്ഞ് ചൈൽഡ് കെയറിന് 1 year ബ്രേക്ക് ബ്രേക്ക് എടുത്തതാണ്. ഓക്കെ, അപ്പൊ എന്നാ അതേപോലെ എല്ലാവർക്കും മിണ്ടാട്ടോ, ചാറ്റിൽ ഇടണം എന്നില്ല, സംസാരിക്കുന്നവർക്ക് സംസാരിക്കാം. സോ യു ക്യാൻ ടെൽ മീ എന്തുകൊണ്ട് ഇപ്പോ യു ആർ കമ്മിങ് ബാക്ക്. നീഡ് ടു ബി ഇൻഡിപെൻഡന്റ്. ഐ കൻ സീ ഇൻ ദ ചാറ്റ്, ബിക്കം ഇൻഡിപെൻഡന്റ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്, ജോബ് ഇസ് എ നെസസറി. യെസ്, പെർഫെക്റ്റ്ലി. സെൽഫ് earnings, yes. Financial freedom, need to earn, need to be financially independent, need to get engaged more also for financial. That's a very good point, Sehla. Because yeah, we'll come to it. Financial independence മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് മീറ്റ് ചെയ്യാനും നമ്മളെ ജോബ് അല്ലെങ്കിൽ കരിയർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, anybody, any other? So mostly I see it as financial independence, and then there is engagement, yes, and financial independence. Yeah. Thank you everyone for responding, and thank you Nimisha for turning on the camera. So ഇപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് കംബാക്ക് ചെയ്യണം എന്ന് ഉണ്ട്. എന്നാലും നിങ്ങളുടെ മനസ്സിൽ കുറെ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ടാവില്ലേ? എന്നാലും ഇത് നടക്കുവോ, അത് നടക്കുവോ, എന്നാലും അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ബിഗ്ഗസ്റ്റ് ഫിയർ ഇപ്പൊ മനസ്സിൽ എന്താണ്? What are your biggest fears? Age is a big fear. Okay. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫിയർ ആവണെങ്ങനെ? അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജോബ് ചെയ്യാൻ പോണത്. സോ ആ ജോബ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമല്ലോ തലയിൽ. ബിക്കോസ് വിമൻ ആർ ഗുഡ് അറ്റ് ഓവർ തിങ്കിങ് അല്ലെ. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ 100 വഴിക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സോ ആ 100 വഴിയിലുള്ള മേജർ കൺസേൺ നിങ്ങളുടെ ഏതാണ്? ക്യാൻ ഐ വർക്ക് ഫ്രം ഹോം? ഓക്കെ, ദാറ്റ് ഈസ് യുവർ കൺസേൺ. ഓക്കെ, വാട്ട് എൽസ് ഇസ് യുവർ കൺസേൺ? അക്സെപ്റ്റ് ചെയ്യാൻ, ഗ്യാപ്പ് വരുമ്പോ പല കമ്പനീസ് അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. Okay. I have 10 years break, age is 35, so may I? Why not? Work from home kittu ennallathu. Okay. Any other reasons?
Like, do you have concerns like work-life balance നടക്കാൻ പറ്റുമോ? You have the mother guilt coming in, like എനിക്ക് എന്റെ കുട്ടികളോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമോ? അതൊരു കൺസേൺ ആണ്. കാരണം അതൊരു കൊച്ചുകുട്ടി കൺസേൺ. നമ്മള് ആക്കിയിട്ടാണ് പോണത്. പിന്നെ ഇപ്പോഴുള്ള അസുഖമൊക്കെ വരുമ്പോ ഒരു കൺസേൺ ആണ്. ലീവ് കിട്ടുമോ എന്നുള്ള ഒരു കൺസേൺ ആണ്. ഇപ്പൊ നമുക്ക് Right. നോക്കുന്നത് എവരിത്തിങ് ഈസ് ഓക്കെ ആയിരിക്കുമ്പോ ഓക്കെ. Yeah. എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ വരുമ്പോൾ നമുക്കൊരു ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ വൺ ഡേ ചിലപ്പോൾ നിന്ന് തരില്ല. അപ്പൊ Okay. അങ്ങനെയൊക്കെയുള്ള കൺസേൺ. Okay. വേറെ എനിത്തിങ് ലൈക്ക് നമ്മളൊക്കെ മാജിക്കൽ ഫെയറീസ് ആണല്ലോ വീട്ടില് അല്ലേ? മാജിക്കലി ഫുഡ് റെഡി ആവുന്നു, മാജിക്കലി തുണി കഴുകുന്നു, പിള്ളേര് സ്കൂളിൽ പോകുന്നു, വീട് ക്ലീൻ ആവുന്നു, സഡൻലി യു ആർ അവേ 8 hours എവറി ഡേ. ഡു യു തിങ്ക് വീട്ടില് എന്തെങ്കിലും മേജർ ഡ്രോബാക്സ് വരുമെന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാ? എനിബഡി? അതൊരു കൺസേൺ അല്ല. ടൈം മാനേജിങ് പ്രോബ്ലം. യെസ്. റാണി മോൾ, ഡു യു വാണ്ട് ടു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ ടൈം മാനേജിങ് പ്രോബ്ലം? അതായത് വർക്ക് ലൈഫ് ബാലൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഹലോ. ഹലോ. ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അത് ബേബിയുടെ കാര്യങ്ങളും എല്ലാം കൂടെ ടൈം മാനേജ് ആയി പോകുമെന്നുള്ള ഇഷ്യൂ ആണ് പ്രോബ്ലം. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു നമ്മളൊന്ന് ബാക്കായി പോയി കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് നമ്മുടെ ഒരു ഇതില് ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത്. എന്തെങ്കിലും ഫെൽ ഡൗൺ പറ്റുമോ എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. Okay. Thank you, Fahmi, for being online. Thank you. Okay. താങ്ക് യു റാണിമോൾ. യെസ്, കറക്റ്റ്. അപ്പോൾ അത് നമ്മൾ ബാലൻസ്, അപ്പോൾ ഈ കൺസേൺസിലെ എല്ലാത്തിലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, വർക്ക് ഫ്രം ഹോം കിട്ടുമോ. വൺ മോർ തിങ് ഇസ് എവറിഥിങ് വിൽ ഗെറ്റ് ബാലൻസ് വൺ സ്റ്റാർട്ട്. ദാറ്റ്സ് ദ സ്പിരിറ്റ്, സെഹല. Good one. It's just a starting trouble. Exactly the point. Yeah, it's just a starting trouble. Just the way in the webinar, I can see so many women sitting with their kids. And I can see women who are being bothered by their kids. പക്ഷെ എന്നാലും നിങ്ങൾ ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കും, സിമ്പിൾ, ഇറ്റ് വിൽ ഹാപ്പൻ. ഇതിനൊക്കെ നാച്ചുറൽ ഒരു ഫ്ലോ ഉണ്ട്. ഡിഫിക്കൾട്ട് ആണ്, പക്ഷെ യു വിൽ ഫൈൻഡ് യുവർ ഓൺ വേസ് ടു ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ ഈ പ്രോബ്ലം നിങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എല്ലാവരും എനിക്ക് ടൈം മാനേജിങ് പറ്റുമോ എന്നൊക്കെ ഉള്ളത് മാത്രം പറഞ്ഞോളൂ. ആർക്കും ഒരു കൺസേൺ ഇല്ല ദാറ്റ് ജോലിക്ക് കയറി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന്. ആഫ്റ്റർ ദ ബ്രേക്ക് you're all confident you can get back to work and start working? അങ്ങനത്തെ ഒരു ഫിയർ ആർക്കും ഇല്ല? Sure, yes. Okay, Ranimol has that fear. Anybody else who does not have that fear? I think that's easier to ask. ആരെങ്കിലും ഒരു ഫിയർ അങ്ങനെ 1 year ഗ്യാപ്പേ ആയുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഇല്ല, 1 year ആണ്. പിന്നെ ഞാൻ ആ 1 year ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു ഓൺ ജോബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വർക്ക് പ്ലേസിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോ അതങ്ങ് മാറിയിട്ടുണ്ട്. ആ ഒരു കണ്ടിന്യൂറ്റി എവിടെയെങ്കിലും വർക്കിന് കയറണം എന്നും കൂടെ ഉണ്ട്. Good. So Manya, can I ask you, and sorry, Manya, Ladeepa, can I ask you, എന്താണ് പ്രൊഫഷൻ? ഞാൻ HR ആണ്. HR-ലായിരുന്നു. HR in IT industry? Wipro, okay. All right. So nobody else has a concern of technical competency or disconnect from the industry? Terms difference. Yes, I do have. Okay, fine. So I believe this is there in every work from home, improve current skills. Yes. Okay. So what I can see is നമുക്ക് ഈ ഫുൾ പ്രോബ്ലം സെഗ്മെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഒന്നെന്ന് പറയുന്നത് പേഴ്സണൽ പ്രോബ്ലം, അതായത് നമുക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ കൊണ്ട് നടക്കാന്നുള്ളതും. സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയോടുള്ള നമ്മുടെ സ്കിൽ സെറ്റ് ഇന്ന് മാച്ച് ആവോ ഇല്ലയോ എന്നുള്ളത് അല്ലെ. There are the two types of problem. Adina, I would say first problem, that's a personal problem. എന്താണ് നമ്മുടെ കൺട്രോൾ ഉള്ളതാണ് അല്ലെ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് ന്യൂ ആയിട്ട് സിഡ്നിയിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ദൂരെയായിരുന്നു. അപ്പൊ എവറി വീക്കെൻഡ് ഒക്കെ അവർക്ക് എന്നെ വീട്ടിൽ വരാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. അപ്പൊ ഞാൻ യൂഷ്വലി ഒറ്റയ്ക്കാണ്.
ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ സോളോ ട്രാവലർ പേഴ്സൺ അല്ല, എനിക്ക് ആൾക്കാർ വേണം. സോ ഐ കാണ്ട് ഗോ അറൌണ്ട് എക്സ്പ്ലോർ ഓസ്ട്രേലിയ അലോൺ ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ എന്താണ് ഉണ്ടാവാറെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി സാറ്റർഡേ ആൻഡ് സൺഡേ, മൺഡേ ടു ഫ്രൈഡേ ഞാൻ ബിസിയാണ്. പക്ഷെ സാറ്റർഡേ ആൻഡ് സൺഡേ ഞാൻ സൂപ്പർ ബോർഡാണ്, എനിക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ 9 o'clock എഴുന്നേറ്റ് വന്നിട്ട് ഞാനൊരു ബിഗ് പ്ലാൻ ഉണ്ടാക്കും. എന്താണ്? വീട് ക്ലീൻ ചെയ്യാം, റൈറ്റ്? ആൻഡ് ദെൻ ഞാൻ കാലത്ത് 9 o'clock മുതൽ അങ്ങോട്ട് ഡീപ് ക്ലീനിങ് അങ്ങോട്ട് തുടങ്ങും. ആൻഡ് ഒരു 2 o'clock എന്റെ ക്ലീനിങ് ഫിനിഷ് ചെയ്യണേ. സോ ഐ ടേക്ക് 4 to 5 hours ടു ക്ലീൻ മൈ ഹൗസ്. ഓക്കെ, അതിന് ഞാൻ ഭയങ്കര പ്രൗഡുമാണ്, ബിക്കോസ് ഐ ലൈക്ക് ക്ലീൻ പ്ലേസസ്. എന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോഴും പറയും, ആ സ്മിതയുടെ വീട്ടിൽ പോയ വീട് എപ്പോഴും സൂപ്പർ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഹൈ ആയി. ഓക്കെ, സോ ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് മൈ ക്ലീൻ ഹൗസ്. ഇത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോ ബെൽജിയമിലാണ്, എന്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ്. എന്റെ വീട് കാണരുതാരും, ഇറ്റ് ഇസ് ഷിറ്റ്. ഓക്കെ, റീസൺ ബീങ് എനിക്ക് സമയമില്ല. ഓക്കെ, സോ ബിക്കോസ് മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആണ്. വീക്കെൻഡ് വൈകുന്നേരം ആണെങ്കിലും ഞങ്ങൾ പുറത്ത് പോയി, അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കാൻ പോയി, ജിമ്മിൽ പോയി. വീക്കെൻഡ് ആണെങ്കിലും എവിടെയെങ്കിലും ട്രിപ്പ് പോയി, ട്രെക്ക് പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എനിക്ക് ക്ലീൻലിനെസ് അല്ലെങ്കിൽ വീടിന്റെ ആ ഒരു ഇതിന് സമയമില്ല. എന്ന് വെച്ചാൽ എന്റെ വീട് ഐ മാനേജ് ലൈക്ക് സൺഡേ രാത്രി ആകുമ്പോൾ ഒരു 1 hour ഞാൻ പട്ടെന്ന് വന്നിട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ ഫിനിഷ് ചെയ്യും. സോ എന്താണ് ഡിഫറൻസ്? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാനൊരു ക്ലീൻ പേഴ്സൺ അല്ല. ഇറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്, അല്ലേ? സിഡ്നിയിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ക്ലീനിങ്ങിന് പ്രയോറിറ്റി കൊടുത്തു. പക്ഷെ ഇവിടെ വന്ന് വെൻ ഐ ഹാവ് മോർ ലൈഫ്, മോർ ഹാപ്പിനെസ്, മോർ തിങ്സ് ടു ഡു, ഞാൻ പറയൂ ഞാൻ ട്രിപ്പ് പോകുന്നില്ല, എനിക്ക് വീട് ക്ലീൻ ചെയ്യാണ്ട് ഇല്ല. ട്രിപ്പ് ഇസ് പ്രയോറിറ്റി ഫോർ മീ, റൈറ്റ്? അപ്പം ഞാൻ ട്രിപ്പിന് പോകും. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമാണ് ഞാൻ ക്ലീനിങ്ങിന് പോണത്. സോ ഐ ആം പ്രയോറിറ്റൈസിങ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിലും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ജസ്റ്റ് ഹാപ്പൻ. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ എലാബറേറ്റ് കുക്കിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങും ടൈം ഗിവിംഗ് ഒക്കെ ചെയ്യണ്ടാവും. പക്ഷെ നിങ്ങൾ ജോബ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ട്രൈ ടു ബി മോർ എഫിഷ്യൻറ്റ്, അല്ലെ? കുറേയും കൂടി ക്വിക്കർ വേസ് ഓഫ് കുക്കിംഗ്, ക്വിക്കർ വേസ് ഓഫ് ക്ലീനിങ് ആൻഡ് ടൈം മാനേജ് ചെയ്ത് ബാലൻസ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ് ഈസ് ഈസിലി കോൺകറബിൾ. അതൊരു പ്രശ്നമേ ആവാൻ പോകുന്നില്ല. യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് യുവർ വേസ്. ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ സിറ്റുവേഷൻ ആണ്, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വിഷ് എന്ന്, സോറി, വേർ ദർ ഇസ് എ വിഷ് വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് പോസിബിൾ ടു കൺട്രോൾ ദിസ് സെൽഫ് ഡൗട്ട് പ്രോബ്ലം. ഇത് ഞാൻ സെൽഫ് ഡൗട്ട് പ്രോബ്ലം എന്ന് എന്നെ വിളിക്കാറ്. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ്. എനിക്ക് പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ദാറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, സെക്കൻഡ് ആണ് ആക്ച്വലി പറഞ്ഞ ദ മേജർ ഇഷ്യൂ, വിച്ച് ഈസ് ഇൻഡസ്ട്രിയുള്ള ഡിസ്കണക്ട്. നമുക്ക് എങ്ങനെ ഫുൾഫിൽ ചെയ്യാന്നുള്ളത്. ആരെങ്കിലും ഈ കരിയറിലേക്ക് ജോയിൻ ബാക്ക് ചെയ്യണം എന്നുള്ള തോട്ട് വന്നപ്പോ ഈ ഡിസ്കണക്ട് ക്ലോസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നോ? എന്തെങ്കിലും കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ് പോവേ, ആർട്ടിക്കിൾസ് വായിക്കുക, ബ്ലോഗ്സ് വായിക്കുക, എന്തെങ്കിലും ചെയ്യാറുണ്ടോ? യെസ്, ഞാനിപ്പോ പോകുന്നുണ്ട് ഒരു ഓൺ ജോബ് ട്രെയിനിങ് 3 months കോഴ്സ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ജോബ് ഇവിടെ പടമുകൾ ഒരു കൺസൾട്ടൻസിയിലാണ്, HRന്റെ റിക്രൂട്ട്മെന്റ് അഡ്വാൻസ്. അപ്പം ജോബ് തന്നെയാണ് ചെയ്യുന്നത്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ്. അപ്പം കമ്പനിയിൽ തന്നെ ജോബാണ് ചെയ്യുന്നത്, വിത്തൗട്ട് പേയ്മെന്റ് ആണ്. 3 months കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കേഷനും തരും, ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ആണ്. ഗുഡ്. അപ്പൊ അത് ഇതില് ജോബിൽ തന്നെ ഇരിക്കാൻ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ, ഗ്യാപ്പ് മാറാനായിട്ട്. Perfect. Yes, indeed. Where ആരെങ്കിലും anybody is trying to do something? No? Okay. സോ അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് എന്നാണ് ആദ്യമായിട്ട് തോന്നിയത്? ലൈക്ക് ഇസ് ഇറ്റ് 1 month ബാക്ക് ഓർ 1 year ബാക്ക്, 6 months ബാക്ക്, റഫ്ലി? എനിക്കൊന്നും ഒരു ഐഡിയ കിട്ടാനാണ്. വാട്ട് ഇസ് ദ മൈൻഡ് സെറ്റ്? ചാറ്റിലിടാം അല്ലെങ്കിൽ സംസാരിക്കാം, യുവർ ചോയ്സ്. എന്നാണ് നമുക്ക് യൂറേക്ക മൊമെന്റ് വന്നത്, ഐ ഷുഡ് സ്റ്റാർട്ട് വർക്കിംഗ്? 6 months ഒക്കെ ആയിട്ട്. 6 months ആയിട്ട്. ഓക്കെ. എനിബഡി എൽസ്? ഒരു 1 year മേലെ ആലോചിച്ച് 3 years ബാക്ക് എന്നാണോ എഴുതിയേക്കണം അഞ്ജു? 3 years you have been thinking of getting back to work. Okay, and can you share, if you don't mind, what is stopping you from joining back to work? Here, I am in a village and cannot work. Going out and work is not possible. Okay, so you're looking for a remote job, work from home. Yeah. No, work from home. Work from home വേണം. Okay, അപ്പോൾ വർക്ക് ഫ്രം ഹോമിന് വേണ്ടിയിട്ട് സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തായിരുന്നോ?
skills എന്ന് പറയാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ടെലികോളിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോർഡിനേറ്റർ ആയിട്ട് HDFC ബാങ്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. സോ ഇപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഈസ് വൈ ഷുഡ് an employer hire me? അല്ലെ, നമ്മൾ ഇത്രയും നേരം നമ്മളുടെ സൈഡിൽ നിന്നുള്ള പ്രോബ്ലംസ് മാത്രമേ ആലോചിച്ചുള്ളൂ. നമ്മൾ എംപ്ലോയറിന്റെ പ്രോബ്ലം കൂടി ആലോചിക്കണുള്ളൂ. എംപ്ലോയർ നിങ്ങളെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഒരു കരിയർ ഗ്യാപ്പ് ഉള്ള നിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോ ക്യാൻ യു തിങ്ക് അബൌട്ട് വൈ ഷുഡ് an employer hire me എന്ന് നിങ്ങൾ സ്വന്തത്തിന് ആലോചിച്ചാൽ വാട്ട് ഈസ് ദി ആൻസർ? വൈ ഷുഡ് they hire you? Any thoughts? മുമ്പ് ആലോചിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ വേണമെങ്കിൽ ആലോചിക്കാം. we should be capable. Yeah, we should be അല്ല ഞാൻ ചോദിക്കുന്നത് employer you have to be capable of course. So you are capable, അതുകൊണ്ട് employer should hire you അല്ലേ? Yes. അപ്പോ I'll tell you quickly എങ്ങനെയാണ് ഈ employers അല്ലെങ്കിൽ HR നമുക്ക് ദീപ ഇവിടെ ഉണ്ട്, ഷീ നോസ് us better, എങ്ങനെയാണ് ഒരു ഹയറിംഗ് നടക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ജോബ് പോസ്റ്റിംഗ് ഇട്ടു. ഓക്കെ, ആ ജോബ് പോസ്റ്റിംഗിലേക്ക് ചിലപ്പോൾ നല്ലൊരു പൊസിഷൻ ആണെങ്കിൽ 10,000 ആപ്ലിക്കേഷൻസ് വരാം, ചിലപ്പോൾ 50,000 ആപ്ലിക്കേഷൻസ് വരാം അല്ലേ? പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് ഒരു HR-ന് ഈ എല്ലാ റെസ്യൂമേസും ഇരുന്ന് വായിക്കുക എന്നുള്ളത് അല്ലെ? and അവർക്ക് അതിന്റെ ആവശ്യവുമില്ല. ബിക്കോസ് വൺ പൊസിഷൻ ഫില്ല് ചെയ്യാൻ ആ ക്രീം ലെയറിലെ ഒരു കുറച്ച് പ്രൊഫൈൽസ് എടുത്താൽ തന്നെ അവർക്ക് ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. കറക്റ്റ്? സോ അവര് ഈ ക്രീം ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വാട്ട് ദേ ഡു, ദേ വിൽ അപ്ലൈ ഫിൽറ്റേഴ്സ് അല്ലെ? ദേ വിൽ സേ മോർ ദാൻ 5 years ഓഫ് എക്സ്പീരിയൻസ്, സ്കിൽ സെറ്റ്, അവർക്ക് വേണ്ട സ്കിൽ സെറ്റ്, അല്ലെങ്കിൽ അവർക്ക് പറയാം നോ കരിയർ ഗ്യാപ്പ്. അത് ഭയങ്കര ഒരു ഈസി ഫിൽറ്റർ ആണ്. Right? They put a filter called no career gap. അതോടെ എന്ത് പറ്റും, നിങ്ങൾ എപ്പോൾ അപ്ലൈ ചെയ്താലും you will always fall into that filter. Correct? And you will never land a job. വിഷമം തോന്നും, ബിക്കോസ് നമ്മളിത് ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഫിൽട്ടർ ചെയ്യുക? 4 star റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് മാത്രം മതി അല്ലേ? അവിടെ ഒരു ന്യൂലി ഓപ്പൺഡ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ഹൂസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഫസ്റ്റ് കസ്റ്റമർ. നമ്മൾ ചാൻസ് കൊടുക്കാറില്ല അല്ലേ? വി ഓൾവേസ് ലുക്ക് ഫോർ ദ ബെസ്റ്റ്. സോ നമ്മളെയും ഒരു ദിവസം ആരെങ്കിലും ഫിൽട്ടർ ചെയ്യൂന്ന് കാണുമ്പോൾ വിഷമം ഉണ്ടാവും, ബട്ട് ദാറ്റ്സ് എ ഫാക്ട്, റൈറ്റ്? സോ വാട്ട് വി നീഡ് ടു സീ ഇസ് എങ്ങനെ നമുക്ക് ഈ ഫിൽട്ടറിൽ നിന്ന് രക്ഷപ്പെടാം. യൂഷ്വലി ആൾക്കാർ ഈ കരിയർ ഗ്യാപ്പിനെ ഡിസ്കൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യണത് ഒരു MBA എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് എടുക്കും, MTech അങ്ങനെ എന്താണ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു PGയോ PhDയോ അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിയുമ്പോൾ ആ ഗ്യാപ്പ് അവർ പറയും ഞാൻ പഠിക്കാൻ പോയേക്കായിരുന്നു. സോ ആ ഗ്യാപ്പ് ഇസ് ക്ലോസ്ഡ്. റൈറ്റ്? ബട്ട് ദ പോയിന്റ് ഇസ് നിങ്ങളുടെ കയ്യിൽ ഇനിയും ഒരു 2 years അല്ലെങ്കിൽ 3 years ഉണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളത്. ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. സോ ഹൗ സൂൺ, ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തർക്കും എത്ര പെട്ടെന്ന് ജോലി വേണം എന്നാണ്. ദാറ്റ് ഐ ക്യാൻ സ്പെൻഡ് 1 year സ്റ്റഡിങ്, ഓക്കെ, എന്നിട്ട് മതി എനിക്ക് ജോലി എന്ന് എന്നുള്ളവരുണ്ടോ? അതോ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ ജോബ് ഇൻ നെക്സ്റ്റ് 3 months എന്ന് വിചാരിക്കുന്നവരുണ്ടോ? Can you give me quick in the chat or on call, on in voice? How soon do you want your job? I expect within 1 month. Within 1 month. Who said that? Deepa. Yeah, okay. 6 months. 3 months. Okay. So you guys are ready to sacrifice or invest your 3 months or 6 months for INSEE? 1 month. So Jitu, Santosh, would you like to share? So can you repeat how many years of break you have? Immediately needed. And Fino, okay, you have 10 years gap, right? And Fino? 2 years. 2 years, okay. Okay. All right. So I can see that people do have this sense that I should invest some time learning, which is good, because
അൻഫീനോട് സിറ്റുവേഷൻ എന്താണെന്നൊന്ന് പറയാമോ? 2 years ഗ്യാപ്പ് ഇൻ വിച്ച് ഇൻഡസ്ട്രി? ഞാൻ ടീച്ചറായിരുന്നു. ഇപ്പം കാരിങ് ആയതിന്റെ പേരില് 2 ഗ്യാപ്പ്. ഇയർ ഗ്യാപ്പ് എടുത്തതാണ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, സോ നമുക്കപ്പോ ഫസ്റ്റ് ആസ് ഐ സെഡ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി നീഡഡ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് കരിയർ ഗ്യാപ്പ് എങ്ങനെ ക്ലോസ് ചെയ്യാന്നുള്ളത്. സോ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മൾ പണ്ട് അക്ബർ ബീർബലിന്റെ സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെരി പോപ്പുലർ സ്റ്റോറീസ്. സോ അക്ബർ ആസ് എ കിങ് ഹി യൂസ് ടു ബി വെരി ഇൻട്രസ്റ്റഡ്. എന്തായിരുന്നു? പസിൽസ് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു മിനിസ്റ്റേഴ്സിന്. അപ്പൊ അങ്ങനെ ഒരു കൊടുത്തപ്പോ ഒരു പസിൽ ആയിരുന്നു, ഒരു ലൈൻ വരച്ചു അക്ബർ. എന്നിട്ട് ചോദിച്ചു മിനിസ്റ്റേഴ്സിനോട്, ഈ ലൈനെ തൊടാൻ പാടില്ല, പക്ഷെ ഈ ലൈനിനെ ചെറുതാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഈ സ്റ്റോറി അറിയോ? അല്ലെങ്കിൽ ആൻസർ അറിയോ? എങ്ങനെ ഈ ലൈനെ തൊടാണ്ട് ചെറുതാക്കാം? അഞ്ജു നോക്ക്. നെക്സ്റ്റ് ഒരു ലൈൻ വരച്ചു. നെക്സ്റ്റ് ഒരു ബിഗർ ലൈൻ വരയ്ക്കണം. ബിഗർ ലൈൻ വരയ്ക്കണം, റൈറ്റ്? യെസ്, എക്സാക്ട്ലി. സോ നെക്സ്റ്റ് ഒരു ബിഗർ ലൈൻ വരയ്ക്കണം. അത് നമുക്ക് നമ്മുടെ കേസിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഉള്ള ഈ കരിയർ ഗ്യാപ്പ്, ആ ലൈൻ അവിടെ ഉണ്ടാവും. അതിനെ നമുക്ക് ഒരു ദിവസം ഡിസപ്പിയർ ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഇസ് ദെയർ. പക്ഷെ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ഡിസ്ഗൈസ് ഇറ്റ് വിത്ത് എ ബിഗർ ലൈൻ നെക്സ്റ്റ് ടു ഇറ്റ്. സോ നമ്മൾ നമ്മുടെ എംപ്ലോയറിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കരിയർ ഗ്യാപ്പ് ഒരു വീക്ക്നെസ് ആയിട്ട് കാണിക്കാതെ അതിന്റെ അഗേൻസ്റ്റ് നമുക്കൊരു ബിഗർ ലൈൻ വരച്ച് നമ്മുടെ സ്ട്രെങ്ത് കാണിക്കണം. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഓവർകം എ കരിയർ ഗ്യാപ്പ്, റൈറ്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇന്ന് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കോൾ വന്നു, right? And tomorrow you are attending an interview, you're sitting in front of the interviewer. ഞാനൊരു ഇന്റർവ്യൂർ ആണെന്ന് വിചാരിക്കാം, and I am asking a question. ഞാൻ നിങ്ങളുടെ റെസ്യൂമെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, oh, I see a career gap of 2 years. What happened? എന്ന് ഞാൻ ചോദിച്ചാ, what will be your answer? So my case, for taking care of the child post maternity, I need to take it was my responsibility. So she got admitted in the play school and she is safe and satisfied. So I plan to come back. Perfect. Yeah. But Deepa can say that very conveniently because you had only 1 year of career gap, which is a very decent time for taking a maternity break. But when you have people with 5 years, 7 years, 10 years gap, what would be your answer? Anybody else who has a bigger gap who wants to answer this? Yeah, Anju? I completed my studies and taking care of babies. After this, now I had the time to work. Okay. So now my question comes back to you. As an employer, why should I hire you? Exactly. That is exactly the situation. ആ ക്വസ്റ്റ്യന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു ആൻസർ വേണം, അല്ലേ? സോ യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കണ്ടിട്ടുള്ളപ്പോൾ ഈ വിമൻ ഇതുപോലെ ഇന്റർവ്യൂസിന് വരുമ്പോൾ, സ്പെഷ്യലി വിത്ത് മോർ ഗ്യാപ്പ്, 1 year ഗ്യാപ്പ് ഒന്നും ഒരു ഗ്യാപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. 1 or less than 1 year is not a gap. It's something you deserve, you took it, it's fine, right? പക്ഷെ more than 2 to 3 years എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ you have to give a little bit of justification. What were you doing? അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ വിമൻ ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ ഡിഫറെന്റ് ആയിരിക്കും. ദേ വിൽ ഹാവ് ലൈക്ക് ഹഞ്ച്ഡ് ഷോൾഡേഴ്സ്, ഐ ലെവൽ കുറച്ച് താഴെയായിരിക്കും. That shows basically confidence കുറവ്, right? And now when I ask you as an employer, okay, I see a 2 year gap in your resume, what happened? എന്ന് ചോദിച്ചാൽ പറയും, as you said, I had to taken a maternity break and now my kid is going back to school, so I thought I'll join back work, right? But that's not a satisfactory answer, right? Instead, on the other hand, ഞാൻ പറയാണ്, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ 3 months ഇൻവെസ്റ്റ് ചെയ്തു, റൈറ്റ്? ഒരു കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ദീപ ചെയ്ത പോലെ ഒരു ഇന്റേൺഷിപ്പിലേക്ക് പോയി. യു ഗോട്ട് ബാക്ക് ദ വെപ്പൺ ഇൻസൈഡ് യു, യു ഹാവ് ദ സ്കിൽസ്, യു നോ ദ ടെക്. ഓക്കെ, എന്താണോ നിങ്ങളുടെ ഡൊമെയിൻ, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് വിൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ഇൻ യുവർ ബോഡി ലാംഗ്വേജ്. യുവർ പോയ്സ് വുഡ് ചേഞ്ച്, യുവർ ബോഡി വിൽ ബി സ്ട്രേറ്റ്, യു ലുക്ക് സ്ട്രേറ്റ് ഇൻ ടു ദി ഐസ്. ഇനിയും എംപ്ലോയർ ചോദിക്കാണ്, I see 2 years of career gap in your resume. What happened? And the choicha, your answer would be like,
I was enjoying my motherhood for last 5 years. I was giving quality time to my child, right? I was having a gala time with my family. Now my kid is going back to school, and now I decided to focus a bit on myself and bring purpose in life and become financially independent. So I am trying to get back to work, for which I did a course in so and so place, and I joined for an internship. I also built a product. I am happy to demo the product that I have built for you, along with the project I have done for you. And I think I'm fully ready to get back to work. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ കരിയർ ഗ്യാപ്പിന്റെ ആ ക്വസ്റ്റ്യൻ എംപ്ലോയർ ചോദിച്ചത് is nothing before your answer, right? That is your വലിയ വരം. That big line that you draw is with what you do now to get back to work, right? സോ ആ വലിയ വരെ ആ ചെറിയ ഗ്യാപ്പിനെ അല്ലെങ്കിൽ ഏത് നേരവും നഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്വസ്റ്റ്യനെ നമുക്ക് ഷട്ട് ഓഫ് ചെയ്യണം. ആ ഷട്ട് ഓഫ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 3 months to 6 months ബേസ്ഡ് ഓൺ യുവർ സിറ്റുവേഷൻ. അഗൈൻ ആൻഡ് സെയിങ്, ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്താണെങ്കിലും ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 months. കടലോളം സ്നേഹം. Of course. All right. So, as I said, 3 months അല്ലെങ്കിൽ 6 months, ചിലർക്ക് 1 year കൊടുത്താലും so what? ആ 1 year നമ്മൾ വെറുതെ ഇരുന്നാലും തീർന്നു പോണ ഒരു കാര്യമാണ് അല്ലെ? നമ്മൾ എല്ലാ കൊല്ലവും പറയുന്ന ഒരു കാര്യമാണ്, ഈ കൊല്ലം പോയത് അറിഞ്ഞില്ല അല്ലെ? സോ ആ കൊല്ലങ്ങൾ എവറി ടൈം ഇറ്റ്സ് ഗോയിങ്. സി അഞ്ജുന് 3 years has gone by, right? So we need to have a plan in place. As I said, നമുക്ക് വേണ്ടത് സ്മാർട്ട് പ്ലാൻ എന്ന് പറയും. What is smart? സ്മാർട്ട് മീൻസ് നേരത്തെ ഞാൻ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലത്തെ ഹെൽത്ത് ഗോൾ റിലേറ്റഡ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലത്തെ പ്ലാൻ ആണ്. സ്മാർട്ട് മീൻസ് ഫസ്റ്റ് എസ്, സ്പെസിഫിക്. ഓക്കെ, യു ഹാവ് ടു ഹാവ് എ സ്പെസിഫിക് ഗോൾ. എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? ഓക്കെ, ഏത് കരിയറിലേക്ക് എനിക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ കരിയർ സ്വിച്ച് ചെയ്യണമെങ്കിൽ ഏത് കരിയറിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യണം. സോ യു ഹാവ് ടു ഹാവ് എ സ്പെസിഫിക് ഗോൾ. ഓക്കെ, നെക്സ്റ്റ് എം ഇസ് മെഷറബിൾ. മെഷറബിൾ ഗോൾ ആയിരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 months 2 kgs ലൂസ് ചെയ്യും. ദാറ്റ് ഇസ് മെഷറബിൾ അല്ലെ? അതേപോലെ നിങ്ങൾക്കും അറിയണം, ഞാൻ 6 മാസത്തിൽ ഒരു ഇന്റർവ്യൂ ചെയ്യാനെങ്കിലും ഞാൻ റെഡി ആവും, റൈറ്റ്? സോ ദാറ്റ് ഇസ് സംതിങ് മെഷറബിൾ, കറക്റ്റ്? ദെൻ കംസ് എ, ആക്ഷനബിൾ. ദാറ്റ് മീൻസ് നമ്മൾ അൺറിയലിസ്റ്റിക് ഗോൾ വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 years ഗ്യാപ്പ് ഉണ്ട് ആൻഡ് യു സേ ഐ വാണ്ട് എൻ ഇമ്മീഡിയറ്റ് ജോബ്. ദാറ്റ് ഇസ് അൺറിയലിസ്റ്റിക് അല്ലെ? ആക്ഷനബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഗോൾ ആ മനസ്സിൽ പാടുള്ളൂ. ആ ഗോളിലേക്ക് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് 1 month 15 kgs ലൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, അൺഅഡ്വൈസബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡു എനി ഹെൽപ്പ് ടു യു. സോ യു ഷുഡ് ഹാവ് എൻ അറ്റൈനബിൾ ഓർ ആക്ഷനബിൾ പ്ലാൻ. ഓക്കെ, സിമിലർലി ആർ സെയിം വേ റിയലിസ്റ്റിക് പ്ലാൻ ആയിരിക്കണം. ഓക്കെ, അതായത് നമുക്ക് 3 months ഞാൻ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ടെക്നോളജി പഠിക്കും എന്നുള്ളതാണ് പ്ലാനെങ്കിൽ റിയലിസ്റ്റിക്. ഓക്കെ, പക്ഷെ ഒരു നോൺ IT പേഴ്സൺ പറയാണ് ഞാൻ 3 months അകത്ത് ഒരു ഡെവലപ്പർ ആവും, അൺറിയലിസ്റ്റിക്. സോ യു ഹാവ് ടു നോ വേർ യു ആർ ആൻഡ് അക്കോർഡിംഗ് ടു യുവർ പേഴ്സണൽ സിറ്റുവേഷൻ യു ഹാവ് ടു ബിൽഡ് എ പ്ലാൻ. അപ്പൊ നമ്മുടെ പ്ലാൻ റിയലിസ്റ്റിക്കും ആയിരിക്കണം. ആൻഡ് ഫൈനലി ദ T, വിച്ച് ഇസ് ടൈം ബൗണ്ട്. അതായത് സൈഡിൽ വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മളൊരു ഫിക്സ് ടൈം വെക്കണം. സെന്റർ സ്റ്റേജിൽ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനെ വെച്ചിട്ട് ഞാൻ അടുത്ത 6 months ഒരു ജോബ് കണ്ടുപിടിച്ചിരിക്കും. ദാറ്റ് ഈസ് യുവർ ടൈം ബൗണ്ട് ആൻഡ് യു ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ഇൻ ദാറ്റ് 6 months. നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ പറ്റൂല. ഓക്കെ, സോ ഫോക്കസ് and work for that 6 months. 6 months after, just imagine you have a job in your hand, you're financially independent and you're grown as a person as well. അല്ലെങ്കിൽ തള്ളി കൊണ്ടുപോയ എവറി ഡേ വിൽ ബി എ നെക്സ്റ്റ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു അല്ലെ? കാരണം നേരത്തെ ഒരു ഗുഡ് പോയിന്റ് ചാറ്റിൽ പറയുന്നതായിരുന്നു, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് മാത്രമല്ല സെൽഫ് ഗ്രോത്തും കൂടി വേണം, റൈറ്റ്? ബിക്കോസ് നമ്മൾ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരാണ്, നമ്മുടെ ഔട്ട്ലുക്ക് ചേഞ്ച് ആവാണ്, എല്ലാ സിറ്റുവേഷനോടുള്ള ഒരു അപ്രോച്ച് മാറാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു ജോബ് ഓറിയന്റഡ് ഒരു വുമൻ ഒരിക്കലും ഇങ്ങനെ വല്ലാതെ കരയാ അല്ലെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാ, ഒരു സിറ്റുവേഷനിൽ ക്രംബിൾഡ് ആവാ, അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. അവർക്ക് പ്രോബ്ലം കണ്ട ഓക്കെ പ്രോബ്ലം, ഫൈൻ, വാട്ട് ഈസ് ദ പ്രോബ്ലം? ദേ അനലൈസ് ദ ഡെപ്ത് ഓഫ് ദ പ്രോബ്ലം ആൻഡ് ദേ ട്രൈ ടു അഡ്രസ് ദ പ്രോബ്ലം. ക്രൈയിങ് ഇസ് നോട്ട് എ സൊല്യൂഷൻ. മേ ബി ക്രൈയിങ് ഇസ് എൻ ഇമ്പൾസ്, പക്ഷെ അതൊരു സൊല്യൂഷൻ അല്ല. സോ ഈ മെച്യൂരിറ്റി വരുന്നത് സെൽഫ് ഗ്രോത്ത് വരുമ്പോഴാണ്. ആൻഡ് സെൽഫ് ഗ്രോത്ത് കിട്ടാൻ ബെസ്റ്റ് പ്ലേസ് വർക്ക് പ്ലേസ് ആണ്.
സോ നമ്മൾ നമ്മുടെ ലൈഫിന് ഒരു പേർപ്പസും വേണം. ഫിനാൻഷ്യൽ ഓഫ് കോഴ്സ്, ബട്ട് സെൽഫ് ഗ്രോത്ത് ഓൾസോ. സെൽഫ് ഗ്രോത്ത് ഉണ്ടായ വേറൊരു കാര്യമുണ്ട്, ഫാമിലിക്കും ഗ്രോത്ത് ഉണ്ട്, റൈറ്റ്? ബിക്കോസ് ദ ബെസ്റ്റ് സ്കൂൾ ഇസ് എ ഹോം സ്കൂൾ. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നൈസ് ഔട്ട്ലുക്ക് ഉണ്ട്, നിങ്ങൾക്കൊരു മെച്യൂർ വേ ഓഫ് തിങ്കിങ് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ നിങ്ങളുടെ കിഡ്സിനും ഇൻകൾക്കേറ്റ് ചെയ്യും. ആൻഡ് സ്ലോലി കിഡ്സ് ഓൾസോ ഗ്രോ വിത്ത് ദാറ്റ് സ്റ്റാൻഡേർഡ്, ദാറ്റ് മെച്യൂരിറ്റി, ദാറ്റ് ക്വാളിറ്റി, റൈറ്റ്? സോ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ആക്ച്വലി പറഞ്ഞ ഒരു ജോബ് ഇംപ്രൂവ് ചെയ്യണത്. Do you agree to that? Yeah? നമുക്കൊരു സേ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ when you have a job. Yes, So, of course. ഓക്കെ, സോ ഈ ജേർണി കൂടെ ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പോ ഈ സൈഡിൽ ഇരുന്നിട്ട് ആലോചിക്കുന്നവരാണ്, ഓക്കെ വിൽ ഐ ബി ഏബിൾ ടു ഡു ഇറ്റ്, വാട്ട് നെക്സ്റ്റ്, ഹൗ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു ഫേസ് കൂടെ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ള കുറെ വിമൻ എനിക്കറിയാം. അതിന്ന് I think 1 or 2 people have joined today to share their experience with you all. Apo, let's start with Aarti. So let's hear from you, Aarti. Endairnu Aarti the situation? What made you think, okay, I should come back to job? Endairnu struggles on your way? What you did and where you are today? Over to you, Aarti. Yeah. Hi, Smita. Thank you for inviting me. So, സ്മിത പറഞ്ഞ പോലെ നിങ്ങളെ പോലെയൊക്കെ തന്നെ ഞാനും ഒരു മദറാണ്. അതേപോലെ ഇപ്പോ ക്യാരിയും കൂടാണ്. Congratulations, I didn't know that. സോ ദീപ പറഞ്ഞ പോലെ ദീപയ്ക്ക് 1 year ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓൾമോസ്റ്റ് 2 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ ആ ടൈമിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ പോലും ഞാൻ പല ദിവസങ്ങളിൽ ഇരുന്ന് കരഞ്ഞ ടൈമുണ്ട്. കാരണം എൻ്റെ ചേച്ചി വർക്കിംഗ് ആണ്. സോ പ്രഗ്നന്റ് ആയപ്പോൾ പോലും ചേച്ചി ഒരു ഗ്യാപ്പ് എടുത്തിട്ടില്ല. സോ എൻ്റെ വീട്ടിൽ നിന്നും റിലേറ്റീവ്സിന് സഹിതം എനിക്കൊരു ഭയങ്കര എന്താ പറയുന്നത്, നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എവിടെ പോയാലും നീ ഇങ്ങനെ ഇരുന്നോ, ചേച്ചിയെ കണ്ടു പഠിക്ക്, ഇത്രയും പഠിച്ച് നല്ല ഗ്രേഡോടുകൂടി പാസ്സായിട്ടും വെറുതെ വീട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ടു ബി ഫ്രാങ്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡിന്റെ വീട്ടില് ചട്ടിയും കലവും കഴുകി ഇരുന്നാൽ മതി എന്ന് വരെ പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. സോ ആ ടൈമിലെല്ലാം ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് എന്താ ഹസ്ബൻഡ് വളരെ ഫിനാൻഷ്യലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ പോലും പല ടൈമിലും നമുക്ക് ക്യാഷ് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പം ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാഷ് കൈ കിട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ നിന്ന് പെട്ടെന്ന് കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ടൈം വന്നപ്പോഴത്തേക്കും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. അപ്പോ പിന്നെ ഞാൻ ആ ജോബ് എങ്ങനെയെങ്കിലും ഒരു ജോബിന് കയറണം. ഞാൻ ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, ജാവ ഡെവലപ്പർ ആയിരുന്നു ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കരിയർ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ആകെപ്പാടെ വണ്ടടിച്ചിരുന്ന ടൈമായിരുന്നു. മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി ആ ടൈമിൽ. അപ്പോൾ എൻ്റെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് ഒരു 9 month ആയപ്പോഴാണ് നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ എൻ്റെ ഒരു ചേട്ടൻ എനിക്ക് ഇന്നപോലെ ബെൽജിയത്തിൽ ജാവ ഡെവലപ്പറിന്റെ ഒരു വേക്കൻസി ഉണ്ട്, അപ്പോൾ അതിന് നീ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റെസ്യൂമെ സെൻഡ് ചെയ്യായിരുന്നു ആർക്കൻസ് സൊല്യൂഷനിലേക്ക്. അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ്. സോ അങ്ങനെ നൈനു ചേച്ചി വഴി ഞാൻ എൻ്റെ റെസ്യൂമെ ഫോർവേഡ് ചെയ്തു. അങ്ങനെ സ്മിതയായിരുന്നു എൻ്റെ ഇന്റർവ്യൂവർ. സോ അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ഞാൻ സ്മിതയോട് പറഞ്ഞിരുന്നു എനിക്കൊരു 2 years ഓഫ് ഗ്യാപ്പ് ഉണ്ട്, കാരണം ഇന്ന പോലെ ഒരു മെറ്റേണിറ്റി ലീവ് അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ സ്മിതയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തു. ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആർക്കണിൽ ജോയിൻ ചെയ്തു. സോ ഞാൻ ആർക്കണിൽ ജോയിൻ ചെയ്ത ടൈമില് ഞാൻ വിചാരിച്ചിരുന്നത്, അപ്പം നൈൻ ചേച്ചി പറഞ്ഞു 5 years എക്സ്പീരിയൻസ് വേണം ബെൽജിയത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ജാവ ഡെവലപ്പറായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ 5 years ഓഫ് എക്സ്പീരിയൻസ് വേണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 years ഗ്യാപ്പ് വന്നപ്പോഴത്തേനും ഫുൾ ടച്ച് വിട്ടുപോയി. ജാവയുടെ ABCD ഫുള്ള് ഞാൻ മറന്നുപോയി. കോഡിങ് എന്താന്ന് ഞാൻ കോഡിങ് ഫുള്ള് മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ഒരു 3 days ബിഫോർ ഞാൻ ഫുള്ള് ജാവയുടെ കാര്യങ്ങളെല്ലാം പഠിച്ച് അങ്ങനെ ഇന്റർവ്യൂ പാസ്സായി ആർക്കണിൽ ജോയിൻ ചെയ്തു. ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ ഞാനൊരു ട്രെയിനർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്.
പക്ഷേ when I was joined in Arcon Solution, എന്റെ പൊസിഷൻ ഞാൻ വിചാരിച്ചത് എന്റെ പൊസിഷൻ ജാവ ട്രെയിനർ എന്നായിരിക്കും. പക്ഷേ എന്റെ പൊസിഷൻ ജാവ ഡെവലപ്പർ എന്നായിരുന്നു. ഞാനിപ്പം അന്നേരം പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. സ്മിത എന്നെ ഒരു 0 ലെവലിൽ നിന്നും, അപ്പം സ്മിതയായിരുന്നു എൻ്റെ ടീം മാനേജർ, ടീം ലീഡ്. സോ സ്മിത എന്നെ ഒരു 0 ലെവലിൽ നിന്നും ഒരു 100% ലെവലിലേക്ക് എത്തിച്ചത് സ്മിത എന്ന് തന്നെ പറയാം. Thank you, you're sweet. ഹാർഡ് വർക്ക് എന്തായാലും ആർത്തിയുടെ സൈഡിൽ നിന്നായിരുന്നില്ലേ? സോ ഐ എം ജസ്റ്റ് എ മീഡിയം. But you trusted us, right? Me, That's true. because of your trust, we can work. Yeah, we could work at that time because of your trust only. So, ഓരോരോ ടാസ്ക് തരുമ്പോഴും സ്മിത അത് ഞങ്ങളുടെ ആ ഒരു ലെവല് നമുക്ക് മനസ്സിലാക്കി തന്ന്, സ്മിതയ്ക്ക് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കുറെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ടൈമില് എനിക്ക് സത്യമായിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഇമോഷണൽ ആകുമെന്നാണ് എന്റെ ഒരു ഡൗട്ട്. No. എന്താണേലും we can all see one thing is you are happy. Yeah, I'm really happy, Smita, because of you, really. Because of you means as ഒരു ട്രെയിനർ ആയിട്ടല്ല, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ഇത് എന്നെ മോൾഡ് ചെയ്തെടുത്തത്. ഒരു ട്രെയിനർ ആയിട്ടും അവിടെ കണ്ടിട്ടില്ല. ഞാനായാലും വീണയായാലും നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പം ഞാനൊരു വെറും ഒരു ജാവ ഡെവലപ്പർ ആയിട്ടാണ് വന്നത്. പക്ഷെ ജാവ ഡെവലപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും ലെവലിൽ ഉണ്ടായിരുന്നു. എന്റെ ആ ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പറിന്റെ ആ ഒരു ലെവൽ ഉണ്ടായിരുന്നില്ല. ഒരു ട്രെയിനറിന് മാത്രം വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു ട്രെയിനറിന്റെ ലെവലിൽ നിന്നും ഒരു ഡെവലപ്പർ എന്നല്ല, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് സ്മിതയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഒരു ഡെവലപ്പർ എന്നും പറയാൻ പറ്റത്തില്ല, ആസ് ആൻ എഞ്ചിനീയർ സ്മിത മോൾഡ് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. So it now seems like I have paid you to say this. എനിക്കൊരു സിറ്റുവേഷൻ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു സിറ്റുവേഷനിൽ സ്മിതയ്ക്ക് താങ്ക്സ് പറയണം എന്താ പറയാ. കാരണം ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞാനൊരു 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ സാലറി പാക്കേജോടു കൂടിയാണ് ഞാനിപ്പോ ഇവിടെ ഈ ഹൈദരാബാദിൽ നിൽക്കുന്നത്. This is because of only Smita's help, really. So Arcon Solutionൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ഒരു ജാവ ട്രെയിനർ ആയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പക്ഷെ സ്മിതയുടെ ഹെൽപ്പ് ആണെങ്കിലും ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ച് ഞങ്ങൾ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ട്രെയിനറിന്റെ ലെവലിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ലെവലിൽ എത്തി. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു MNC കമ്പനിയിൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ആ ഇന്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. റിയലി ഒരു ഞാൻ ആർക്കണിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 2-3 കോളേജിൽ നമ്മൾ കുട്ടികളെ പ്രൊജക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഒക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊജക്റ്റ് പറഞ്ഞു കൊടുക്കും, പക്ഷേ അവർ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ആ ഒരു ലെവലിലോട്ട് എത്തിക്കത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ആർക്കണിൽ നിന്നും റിസൈൻ ചെയ്തെങ്കിലും ഞാൻ രാഹുലിനെ മീറ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മളുടെ ആർക്കണെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരിക്കലും അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് ആർക്കൺ സൊല്യൂഷനിലുണ്ട്. കാരണം എൻ്റെ ഒരു ഡ്രീം ജോബ് കിട്ടുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആർക്കൺ സൊല്യൂഷൻ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓൺലി സ്മിതാസ് ഹെൽപ്പ്. സോ താങ്ക് യു. ഇനിയൊന്നും പറയണ്ട, because it is really good. 1.5 years I worked for Arcon Solution. So ഈ 1.5 years എന്ന് പറയുന്നത് ഞാനൊരു ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഓരോരോ ഡേയും ഞാൻ എൻ്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്മിത ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോഡ് ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്മിത അതൊരു കോഡ് ഡെവലപ്മെന്റിൽ നിന്നും ഒരു യൂണിറ്റ് ടെസ്റ്റ് കേസ് എഴുതാനും അതേപോലെ തന്നെ ഒരുപാട് ടൂൾസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ എൻ്റെ ലെവലിൽ ഫസ്റ്റ് അറിയുന്നത് തന്നെ സ്മിതയിൽ നിന്നാണ്. സ്മിത അത് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്താ പറയുക ഈ ഒരു
ഇന്റർവ്യൂവിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്, അതും ഫസ്റ്റ് ഇന്റർവ്യൂവിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് വേറെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. വേറെ ഒന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ദ ഗ്രൂപ്പ് ഇസ് റിയലി മോട്ടിവേറ്റഡ്. എനിക്ക് തോന്നുന്നു ആർക്ക് ആൻഡ് സൊല്യൂഷന്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമോഷണലി ഒരാൾക്ക് ഒരു ഫെയർവെൽ പാട്ട് കൊടുക്കുന്നത് എനിക്ക് മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു. Yeah, thank you, Aarti. Thank you so much for your kind words. And I'm glad you are happy and you're settled. Really, You're successful. right now I can but I don't know what to say. So the company എന്ന് പറയുന്നത് വളരെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ സിസ്റ്റം ബേസ്ഡ് കമ്പനി. സോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം വേറെ ആർക്കും അല്ല, ഇത് ഞാൻ വേറൊരു ഇതിലും ഞാൻ പറയുന്നതല്ല, ഞാൻ ഫസ്റ്റ് എന്റെ ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കുന്നത് സ്മിതയ്ക്കാണ്. സ്മിത, do you remember? Yes, I do remember. ഞാൻ സ്മിത പറയുകയും ചെയ്തു, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഐ എം ഷെയറിംഗ് മൈ ഓഫർ ലെറ്റർ. Yes. സോ എങ്ങനെയാണ് ഇപ്പോൾ ആർത്തിക്ക് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ? ലീവ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൺസേൺസ് ഉണ്ട്, വർക്ക് ഫ്രം ഹോം തരുമോ, ലീവ്സിന് എന്ത് ചെയ്യും, അതൊക്കെ ഇസ് ഓക്കെ ഫോർ യു? തീർച്ചയായും. കാരണം ഇതിപ്പം ഹൈബ്രിഡ് മോഡാണ്. സോ ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞാലും എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടിട്ട് അവരെനിക്ക് 1 വീക്ക് വർക്ക് ഫ്രം ഹോം, 2 വീക്ക് വർക്ക് ഫ്രം ഹോം ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് മോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്വൈസ് എ വീക്ക് ഓഫീസിൽ പോയാൽ മതി. ബാക്കി നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും നമുക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് പോകാം. എല്ലാം വളരെ വളരെ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്പെഷ്യലി IT ഇൻഡസ്ട്രിയിൽ ആ ഒരു ഇഷ്യൂ ഇപ്പൊ ഇല്ല. കാരണം കോവിഡ് ഒക്കെ കഴിഞ്ഞോടെ ആൾക്കാർ, മാനേജേഴ്സ് എസ്പെഷ്യലി ആൻഡ് ലീഡേഴ്സിന് എംപ്ലോയി വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അവർ ഡെലിവർ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ട്. പണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ഒന്നും അത്ര എൻകറേജ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ എസ്പെഷ്യലി വിമന് വേണ്ടിയിട്ട് IT ഇൻഡസ്ട്രിയിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ സീ IBM ടെക് റീ എൻട്രി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി വിമന്, ഇതുപോലത്തെ ഗ്യാപ്പ് ഉള്ള വിമന് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ ഫിൽട്ടർ ഔട്ട് ചെയ്യും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷെ ഈ പ്രോഗ്രാംസിന്റെ അകത്ത് ശരിക്കും പറഞ്ഞ ഗ്യാപ്പ് ഉള്ളവരെ മാത്രമാണ് അവര് എൻകറേജ് ചെയ്യുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ലൈക്ക് IBM ടെക് റീ എൻട്രി പ്രോഗ്രാം ഉണ്ട്, TCS റീബിഗിൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, ആക്സെഞ്ചറിൽ ഇറ്റ് ഇസ് കോൾഡ് കരിയർ റീബൂട്ട്, ഇൻഫോസിസിൽ ഇറ്റ് ഇസ് കോൾഡ് റീസ്റ്റാർട്ട്. അങ്ങനെ എല്ലാ നല്ല കമ്പനീസിലും വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് അവരുടെ ഇനീഷ്യേറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കൺസേൺസ് ലൈക്ക് എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുമോ, ലീവ് കിട്ടുമോ, അതൊക്കെ ഒരു എന്താണ് ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് യുവർ മാനേജർ. വെൻ ദേ സീ യു ആർ എ ഗുഡ് എംപ്ലോയി, നല്ല പ്രൊഡക്റ്റീവ് ആണ്, നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നല്ലോണം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ആവശ്യം വരുമ്പോൾ യുവർ മാനേജേഴ്സ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് യു. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് അല്ലെ? നമ്മളൊരു നല്ലോണം കോൺട്രിബ്യൂട്ട് ടീമിന് ചെയ്ത് കഴിഞ്ഞാൽ ടീം വിൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ബാക്ക് ടു യു. സോ ആ ഒരു വരി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. So thank you, Aarti, for coming and for your great words and encouraging the team. Thank you so much. Thank you, Smita. We have one more guest today. I think it's Nidhi. Do we have Nidhi? Hi. Hi, Nidhi. Hey, hi. Do you want to share your experience tonight? Yes, of course. Myself, Nidhi Sridharan. എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബാണ് കേട്ടോ. എൻ്റെ 34 ഇയേഴ്സിലാണ് എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത്. ഒരു 8+ ഇയേഴ്സ് കരിയർ ഗ്രാഫ് അല്ല, എനിക്ക് ഫസ്റ്റ് ജോബാണ് കിട്ടിയത്. ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പോ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോൾക്ക് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നെ അവളുടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതെ, അപ്പോഴും പാർട്ട്ണർ വളരെ സ്നേഹപൂർവ്വം പറഞ്ഞിരുന്നു, 2 പേരും ജോലിക്ക് പോകണം, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ കുറെ നാളത് കേട്ടു നിന്നു. പിന്നെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഫിനാൻഷ്യലി മാത്രമല്ല. അതായത് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എന്താ പറയാ, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ എന്നെ പിന്നെ ഹെൽപ്പ് ചെയ്തത്. അതായത് ആർക്കോൺ സൊല്യൂഷൻസ് എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ അവിടെ SAP HCM ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്.
പിന്നെ ഞാൻ അവിടെ ഒരു 1 ഇയർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു 6 month കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ ട്രാക്കിലേക്ക് കയറാനായിട്ട് ഒരു 1 ഇയർ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി പാൻഡമിക് കോവിഡ് വന്നു, ലോക്ക്ഡൗൺ ആയി. പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴും വീണ്ടും ഫെഡപ്പായി. എനിക്ക് വീണ്ടും എന്താ പറയാ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചു. ആ ഒരു ടൈമിൽ ഞാൻ SAP സക്സസ് ഫാക്ടേഴ്സ് കോഴ്സ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും ലോക്ക്ഡൗൺ കഴിഞ്ഞു, ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. പക്ഷേ വീണ്ടും എന്താ പറയാ ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി രണ്ടും പറയാം, ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ വീണ്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മോൾ ഇവിടെ കൊച്ചിയിൽ പഠിക്കുന്നു, ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെല്ലാം ഔട്ട് ഓഫ് കേരളയാണ് നമ്മൾ അധികം കാണുന്നത്. എന്നാലും പക്ഷേ ആ ഒരു സ്ട്രോങ് ഡിസയർ ഉള്ളത് കാരണം ഞാൻ ആ ഒരു ട്രാക്കിൽ തന്നെ നിന്ന്. പക്ഷെ അവസാനം മോനൊരു 6 month ഉള്ളപ്പോൾ എനിക്ക് എന്റെ ഫസ്റ്റ് ജോബ് കിട്ടി. എന്റെ 34 yearsലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നൈസ്. പിന്നെ അപ്പൊ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ആര് പറഞ്ഞതും കേട്ടില്ല, നേരെ കയറി. അപ്പോഴാണ് ഈ കുട്ടികൾ അവർ വലുതാവും, പിന്നെ അവർ അവരുടെ സ്റ്റഡീസ് ആയി നോക്കുമ്പോൾ അവർ അങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഞാൻ എന്റെ ഫസ്റ്റ് ജോബിൽ കയറി. പക്ഷേ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടോ, ഇവിടെ ആരോ പറഞ്ഞു ടൈം മാനേജ്മെന്റ്. നമ്മൾ ശരിക്കും എന്താ പറയാ നമ്മളുടെ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അറൗണ്ട് ആണ് നമുക്ക്, പിന്നെ എല്ലാം അങ്ങനെ പോകും, നടക്കും. അതെ. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. നിധിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ MBA ആണ്. MBA. Okay. അതെ അതെ. And your bachelor's was? ഞാൻ എക്കണോമിക്സ് ആയിരുന്നു എന്റെ ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞിട്ട് PG എക്കണോമിക്സിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ MBA ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോ നമ്മളിപ്പോ ജോബിനെല്ലാം ട്രൈ ചെയ്യുമ്പോൾ ഏതൊരു എന്താ പറയാ ഈ ഗ്യാപ്പ് ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആർക്കോൺ സൊല്യൂഷനെ കുറിച്ച് അറിഞ്ഞത്. അവിടെ ജോയിൻ ചെയ്ത് SAP HCM-നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പൊ ഹാപ്പിയാണ്. Okay, so that's a good, a non-IT to IT switch. Yes. That's good. അപ്പൊ എല്ലാവർക്കും ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കയറാൻ പറ്റും. Yeah. Okay. That's all Thank from you, my Nidhi. side. Yeah, thank you Thank so much. Yes, so Nidhi പറഞ്ഞ പോലെ yes, we can do it when we have the desire for it. കുറച്ച് നമ്മളുടെ പ്ലാൻ ഉണ്ടെങ്കിലും പ്ലാൻ ഒബ്സ്റ്റക്കിൾസ് ആയിട്ടും കുറെ കാര്യങ്ങൾ വരാം, പക്ഷെ സ്റ്റിക്കിംഗ് ടു ദ പ്ലാൻ ഇസ് ദ മോട്ടോ. So we are already 1 hour and I know it's late in India, so നമുക്ക് quickly ഇതിനെ wrap up ചെയ്യാം. So before I end, I would like to ask a question here. ഇതില് നിങ്ങളുടെ എത്ര പേര് ഇതില് IT-ലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യത്തില് ഉണ്ട്? How many of you are interested to switch to IT? Or having a plan to try, even if you're from a non-IT background, എനിക്കത് പറ്റുമോ എന്ന് ഒരു തോട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ non-IT ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈവൻ ഇപ്പോൾ ചെയ്യുന്ന ട്രെയിനിങ് ആണെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ട്രെയിനിങ് ആണ് ചെയ്യണേ. പിന്നെ IT-യിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഇടയ്ക്കൊരു ഇതുപോലെ ടെസ്റ്റിംഗ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരെയും കണക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞത് അവർ ടെസ്റ്റിന്റെ പ്രോഗ്രാം ചെയ്യിപ്പിക്കും, പക്ഷേ പ്ലേസ്മെന്റിന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഫേംസ് ഉണ്ടെങ്കിൽ ഒരു 2 years സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയെങ്കിലും എടുക്കുവാണെങ്കിൽ ഈ കോഴ്സും പ്രൊവൈഡ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് സബ്മിഷൻ. നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, ടെസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ ടെസ്റ്റിംഗിൽ നിന്ന് കയറാൻ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാണ്. IT-യിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, കോഴ്സും അതല്ല, ഞാൻ MSW HR ആണ്. ക്വാളിഫിക്കേഷൻ വൈസും IT അല്ല, ജോബ് വൈസും അല്ല. 8 years എക്സ്പീരിയൻസ് ഉള്ള HR ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്ത്. 8 years എക്സ്പീരിയൻസ് അത് തന്നെയാണുള്ളത്. But അത് വെച്ചിട്ട് you can easily switch to SAP HR. That's also an IT field. Yes. So ഈ ആർക്കൺ സൊല്യൂഷൻ ചെയ്യുന്നത് ട്രെയിനിങ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണോ? Yes, ആർക്കോണിൽ ട്രെയിനിങ് ഉണ്ട്, ഡെവലപ്മെന്റും ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. മിക്സ് ഓഫ് കോഴ്സസ് ആണ്, മിക്സ് ഓഫ് ജോണേഴ്സ് ആണ്. അപ്പോ നമ്മുടെ കരിയർ ഇതുപോലത്തെ റിട്ടേണിംഗ് വിമനുള്ള പ്ലാന്റെ അകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മിക്സ് ക്രൗഡ് ആയിരിക്കും. IT ഇവിടെ IT ആരെങ്കിലും ഉണ്ടോ? യെസ്, ഐ ക്യാൻ സി ഫാഹിമ ഇസ് IT BTech CS. യെസ്, സോ IT പീപ്പിൾ ഉണ്ട്. സോ ക്വിക്ലി കമ്മിങ് ടു ദ സോറി
ഞാൻ IT ഫീൽഡ് അല്ല, പക്ഷെ ഞാൻ ഒരു 3 years ഇൻഫോ പാർക്കിൽ ഡാറ്റ എൻട്രി, ഡാറ്റ അനലൈസിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ടീച്ചിങ് ഫീൽഡിലോട്ട് പോയത്. ശരി. ഓക്കെ. സോ ഹിബ ഈസ് IT. യെസ്, ദാറ്റ്സ് ഗുഡ്. സോ സോ ബേസിക്കലി പല സ്ട്രീംസ് IT-ലേക്ക് വരാനാണെങ്കിൽ ഞാൻ പറയുന്നതാണ്, പല സ്ട്രീംസിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ ഡെവലപ്പർ ആവാം. സോ ഓൾറെഡി IT എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡെവലപ്പർ ആവാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും, കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇല്ലെങ്കിലും പൈത്തൺ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. സോ ഇഫ് യു ഹാവ് ദ വിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. പക്ഷെ ഡെവലപ്മെന്റ് റോളിലേക്ക് കയറലിനെ ഞാൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വയ്ക്കും, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ. ഓക്കെ. വേറെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ബി ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അതൊരു ഏരിയ ആണ്, വിച്ച് ഇസ് അഗൈൻ മിനിമം കോഡിൽ കൂടുതലും അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് കയറാൻ പറ്റും. ഓക്കെ. അപ്പൊ അതായത് ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതായത് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അത് ചെയ്യാനുള്ളൊരു ജോബാണ്. നോൺ IT-കാർക്കാണ് ഞാൻ കുറച്ചുകൂടി ട്രിവിൽ ലാംഗ്വേജിൽ പറയണത്. പിന്നെ നമുക്ക് പോവാവുന്ന ഏരിയ ഇന്ന് ഇപ്പോൾ ഹോട്ടായിട്ട് നിൽക്കുന്നത് AI അല്ലെ. സോ AIയുടെ അകത്ത് ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, NLP അങ്ങനത്തെ ഏരിയാസിലേക്കൊക്കെ വി ക്യാൻ ഗോ. ഓക്കെ. അതും ഐ വിൽ റേറ്റ് ഇറ്റ് അറ്റ് എ ഡിഫിക്കൽട്ട് ലെവൽ. ഓക്കെ. പിന്നെ കുറച്ച് ഒക്കെ ക്ലൗഡ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെവോപ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. സോ ഡെവോപ്സിന്റെ അകത്ത് ബേസിക്കലി സീറോ കോഡിംഗ് ആണ്, കോഡിംഗ് വരുന്നില്ല, കുറച്ച് സ്ക്രിപ്റ്റിംഗ് വരും. പക്ഷെ ഇറ്റ്സ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, കുറേം കൂടി ലോജിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ബി ഗുഡ് അറ്റ് ഡെവോപ്സ്. പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി നോൺ കോഡിംഗ് ആൻഡ് നോൺ ടെക്നിക്കാലിറ്റീസ്, പക്ഷെ കുറേ കൂടി ബിസിനസ് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് ബിസിനസ് അനലിസ്റ്റ് ആവാം. ഓക്കെ. അതൊരു വേറെ ജോബാണ്. സോ അങ്ങനെ പിന്നെ SAP എന്ന് പറഞ്ഞ ഒരു ERP സോഫ്റ്റ്വെയറിന്റെ അകത്ത് പല മോഡ്യൂൾസ് ഉണ്ട്. അത് യൂഷ്വലി നോൺ IT-കാർക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് SAP FICO എന്ന് പറഞ്ഞ ഒരു മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓസം ജോബ്സ്. ഓക്കെ. അത് അഗൈൻ യു ഹാവ് ടു സ്പെൻഡ് സേ 3 to 6 months ലേണിംഗ് ആൻഡ് പ്രാക്ടീസിങ് ആൻഡ് ഡൂയിങ് പ്രോജക്ട്സ്. നമുക്ക് സുഖമായിട്ട് ഒരു SAP FICOന്റെ മോഡ്യൂളിലേക്ക് നമുക്ക് ജോബ് കിട്ടും. അതേപോലെ വേറെ കുറെ മോഡ്യൂൾസ് ഉണ്ട്, ലൈക്ക് മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ട്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നോൺ IT-കാർക്ക് വേണ്ടി IT-ലേക്ക് എൻറ്റർ ചെയ്യാനുള്ള വെരി ഈസി മെത്തേഡ്സ് ആണ്. ഓക്കെ. ഇതല്ലാതെ ഏതെങ്കിലും വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ഞാൻ പറഞ്ഞതല്ലാതെ ലൈക്ക് SAP ഡെവലപ്മെന്റ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, ഡെവോപ്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, എനിബഡി? മാം, ഞാൻ ടെസ്റ്റിംഗിൽ 3 years എക്സ്പീരിയൻസ് ഉള്ള ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാനൊരു കോഴ്സ് ചെയ്തു, സെലീനിയം ഓട്ടോമേഷന്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പക്ഷെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നോണ്ടിരുന്നപ്പം ഞാൻ ദുബായിലായിരുന്നു കുറച്ചു നേരം. അവിടെ നിന്നാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പം അതിന്റെ ഇടക്ക് എനിക്ക് ഹസ്ബൻഡിന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോ എനിക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോ വീണ്ടും സെക്കൻഡ് പ്രഗ്നൻസി ആയി. പിന്നെ എനിക്കത് വീണ്ടും ഡ്രോപ്പ് ഔട്ട് ആയി. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഇനി അടുത്ത ലെവലിലേക്ക്, എനിക്ക് ഡെവലപ്പിംഗിലേക്ക് കയറിയ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിനു വേണ്ടി ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. ബട്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ഡെവലപ്പിംഗിലേക്ക് കയറണം. സമയം കിട്ടുമ്പോ പഠിക്കല്ലോ, സമയം ഉണ്ടാക്കി പഠിക്കണം. അല്ല, ഇപ്പൊ ഇനി അങ്ങനെ തന്നെ പ്ലാൻ. ഇനിയിപ്പൊ വേറെ ഒന്നിനകത്തേക്കും ഇല്ല. എനിക്ക് എന്റെ കരിയറിലേക്ക് തിരിച്ചു വരണം. വെരി ഗുഡ്, ദാറ്റ്സ് നൈസ്. ആ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. വരണം എന്നുള്ളതിന് സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഇസ് ഡൺ. അപ്പോ ഡെവലപ്മെന്റിലേക്ക് കയറാൻ ആഗ്രഹമുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. വിച്ച് ലാംഗ്വേജ് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ജാവയാണ്, സെലീനിയത്തിനകത്ത് ജാവയാണ് നോക്കിയത്. അപ്പം ജാവ തന്നെയായിരുന്നു ഇതാക്കുന്നത്. സിയും നോക്കുന്നുണ്ട്, സിയും ജാവയും കൂടെ നോക്കണത്. ഓക്കെ, നൈസ്. ഓക്കെ. സോ യെസ്, അപ്പോ അഗൈൻ IT ഉള്ളവർക്ക് IT പെർസ്യൂ ചെയ്യാം, നോൺ IT-കാർക്ക് സ്വിച്ച് ചെയ്യാം. അതിനൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാൻ വേണം. അപ്പൊ പ്ലാനിന്റെ അകത്ത് നമ്മൾ യൂഷ്വലി ഇപ്പൊ എന്താണ്, 1 t-shirt ഡസ് നോട്ട് ഫിറ്റ് എവറിബഡി എന്ന് പറയണ പോലെ
അല്ലേ? നമുക്ക് എല്ലാവർക്കും അപ്പന സൈസസ് ആണ്. അതേപോലെ തന്നെ ടൈം പറയുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ പറയുമ്പോൾ എല്ലാം കസ്റ്റമാണ്. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഒരാൾക്ക് വീട്ടിൽ എല്ലാ ദിവസവും 3 hours സ്പെൻഡ് ചെയ്യാം സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല, അല്ലെ? ചിലർക്ക് 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ പ്ലാൻ വിൽ ഓൾസോ ഷിഫ്റ്റ് അക്കോർഡിംഗ്ലി ടു യുവർ കസ്റ്റം സിറ്റുവേഷൻ. പക്ഷെ ഒരു ഓൺ ആൻഡ് ഓൾ ജനറിക്കലി ഇപ്പൊ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ബി ഒരു അപ്സ്കില്ലിങ്ങിന് അല്ലെങ്കിൽ ഒരു റീസ്കില്ലിങ്ങിന് ഒരു 3 months നമുക്ക് സ്വന്തത്തിന് അലോട്ട് ചെയ്യണം. ഓക്കെ, ആ 3 months നമ്മൾ ആ ടെക്നോളജി അല്ലെങ്കിൽ ആ ടൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തറോ ആയിട്ട് നന്നായി നല്ല ഫൗണ്ടേഷനോടെ പഠിക്കാം. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വലിയ വര വരയ്ക്കാനുണ്ട്. സോ ആ വലിയ വര വരയ്ക്കണമെങ്കിൽ നമ്മളൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് വേണം തിരിച്ച് ഇന്റർവ്യൂസിന് പോകാനായിട്ട്. നമ്മളൊരു മീഡിയോക്കർ ആയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ യു മൈ ബി ഗുഡ് ബട്ട് ദർ മേ ബി സമൺ ബെറ്റർ, റൈറ്റ്? അപ്പോ നമ്മള് നല്ലോണം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയാലും നമ്മുടെ ആ പഞ്ച് ഇല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ഉണ്ടാവും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ. ഓക്കെ, നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ഒരു ബെറ്റർ പേഴ്സൺ ഉണ്ടാവും. സോ നമ്മൾ പോണ്ടത് ഷുഡ് ബി ഫുള്ളി എക്വിപ്ഡ്. നേരത്തെ ആർത്തി പറഞ്ഞ പോലെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ ക്രാക്ക് ആക്കും എന്നുള്ള സ്പിരിറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാനായിട്ട്. So you have to go with that power, that weapon in your hand, right? And ഞാൻ യൂഷ്വലി പറയാറുള്ളൂ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു ഇന്റർവ്യൂർ എന്താ പറയണത് അറിയുമോ? വി ഹാവ് ഫ്യൂ അതർ റെസ്യൂമേസ് ടു സീ, വി വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയും അവർ. അതായത് യു ആർ ഗുഡ് ബട്ട് ഐ സ്റ്റിൽ വാണ്ട് ടു കൺസിഡർ ഇഫ് ബെറ്റർ ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ ഷുഡ് ബി സോ ഇമ്പാക്ട്ഫുൾ, ദ ഇന്റർവ്യൂവർ ഷുഡ് സേ ദിസ് ഇസ് ദ പേഴ്സൺ, ഓക്കെ ഇനി എനിക്ക് വേറെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വേറെ ഇന്റർവ്യൂ എടുത്ത് ദിസ് പേഴ്സൺ ഷുഡ് ഡു എന്ന് പറയാനുള്ള നമ്മൾ impression കൊടുക്കണം in our interview. So give yourself 3 months to get a solid foundation on whatever course you are learning. That is your first step. ആ 3 months കഴിഞ്ഞ് കഴിയുമ്പോൾ give 1 month to yourself to do a hands-on project. നമ്മൾ എക്സാം എഴുതാനല്ല പ്രിപ്പയർ ചെയ്യണത്, ഇന്റർവ്യൂ ചെയ്യാനല്ല പ്രിപ്പയർ ചെയ്യണത്, നമ്മൾ ജോലി ചെയ്യാനാണ് പ്രിപ്പയർ ചെയ്യണത്. സോ കുറെ ടെക്സ്റ്റ് ബുക്സ് വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തിയറി പഠിച്ചുകൊണ്ടോ കാര്യമില്ല. യു ഹാവ് ടു ഡു ഹാൻഡ്സ് ഓൺ. അപ്പൊ പ്രോപ്പർലി ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക, സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക. സോ ദാറ്റ് ഗിവ് 1 month ഫോർ ദാറ്റ്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി യു ആർ റെഡി ബേസ്ഡ് ഓൺ യുവർ സിറ്റുവേഷൻ, യു മൈറ്റ് ഗിവ് എ ട്രൈ ടു ഗിവ് ഇന്റർവ്യൂസ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂ കൊടുക്കാൻ ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ദീപ ചെയ്യുന്നത് ഒരു വെരി ഗുഡ് വേ ആണ്, ഇസ് ടു അറ്റൻഡ് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ പ്രോജക്റ്റിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അവരുടെ കൂടെ ഇരുന്ന് റിയൽ വർക്ക് ചെയ്യാം. അപ്പോൾ ദേ മേ നോട്ട് പേ യു, ഓക്കെ, കാരണം നിങ്ങളൊരു ഇന്റേൺ ആണ്, നിങ്ങളും പഠിക്കുകയാണ്, അപ്പോൾ പേ ചെയ്യില്ലായിരിക്കും. പക്ഷെ ഒരു റിയൽ വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എങ്ങനെ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യാം എന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാൻസ് ആണ്. So give yourself 1, 2 or 3 months maximum if you want, right? So 3 months to upskill, 1 month to do the project and 3 months maximum to do an internship. Okay? ഒരു 7 months in the ഉള്ളിൽ you are ready. ആ വലിയ വര is ready for you. ഇത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് മേക്കിംഗ് എ ബോംബാസ്റ്റിക് റെസ്യൂമേ ഉണ്ടാക്കുക, നല്ലൊരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഉണ്ടാക്കുക, ആൻഡ് ദെൻ എൻറ്റർ ഇൻ ടു ദ മാർക്കറ്റ്. Okay, start applying for a job. Write very nice messages to your recruiters. Don't be pleading. Okay, enkoru joli venam angane pleading alla, nice powerful confident letters or covering letters okke namukku koduthu we have to enter the market and hit the recruiters. You will get a job. Yeah, so give yourself based on your situation anywhere between 4 months to 6 months, if needed 1 year. So what? എത്രയും ഒരു ഗോൾ വെച്ചാൽ മതി, 2025 യു വാക്കിംഗ് ഔട്ട് വിത്ത് എ ജോബ്. അത്രയും ഒരു കാര്യം മനസ്സിൽ ഫിക്സ് ചെയ്താൽ മതി, കിട്ടിയേ പറ്റുള്ളൂ. സോ ഗിവ് യുവേഴ്സ്, ഡോണ്ട് ബി ടു ഹാർഡ് ഓൺ യുവർ സെൽഫ്. അയ്യോ എനിക്ക് 3 മാസത്തിൽ എങ്ങനെയെങ്കിലും കിട്ടണം, അങ്ങനെ പ്രഷറൈസ് ചെയ്യണ്ട. യു ഹാവ് ടേക്കൻ എ ഗ്യാപ്പ് ഓൾറെഡി ഫോർ 1 year 2 year, ഫ്യൂ മോർ മന്ത്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ ആ ഫ്യൂ മന്ത്സിനെ വേർതി ആക്കി മാറ്റാം, ആ ഫ്യൂ മന്ത്സിനെ ഫ്രൂട്ട്ഫുള്ളി യൂസ് ചെയ്യുക, അപ്സ്കിൽ ചെയ്യുക, റീസ്കിൽ ചെയ്യുക, എക്യുപ്ഡ് ആവുക. 2025 എൻഡിൽ യു ആർ വിത്ത് എ ജോബ്, അത്ര മാത്രം ടാർഗറ്റ് വെച്ചാൽ മതി. Yeah, sounds like a plan. Yes, no? I have a question here. For graduates, which course is good for easy job? You are a graduate in what, Sumeshwari?
Ma'am. Yeah. എന്തിലാണ് graduation? Graduate in English literature. In English literature. literature. Yeah. Okay, and you are planning to switch to IT? Yes, I wish to switch to IT, ma'am. Okay. So for you to more than easy job or non-IT background ആണ്. So I'll come back to you, Sunu. I see your hand. So you are from non-IT. So you want to come to IT. Easy ജോബിനേക്കാളും easy learning ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോണത്. Because പഠിക്കുകയും വേണമല്ലോ ജോബ്. Yeah. So easy non-coding jobs എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ software testing is one of the ways of doing it. Starting from manual testing, കുറച്ചും കൂടി interested ആയി കഴിഞ്ഞാൽ automation testingലേക്ക് പോവാം. Manual testing zero coding ആണ്. Automation testing little bit of coding വരും. അത് mostly scripting ആണ്. ഇപ്പം എല്ലാം libraries available ആണ്. So easily you can learn it. Okay, so testing ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ബിസിനസ് അനലിസ്റ്റ് ആവാം. കംപ്ലീറ്റ്ലി സീറോ കോഡിംഗ്, മോർ ഓൺ ബിസിനസ്. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് നൈസ് user stories and requirements. അത് നമുക്ക് യൂസ് ചെയ്യാം. So there are many options. Maybe if you wish, you can get in touch with the team here and we can have a one-on-one to discuss more options for you. Yeah, okay. Thank you, ma'am. Thank you. Anju, no, Sunu was the first one who raised the hand. Sunu, you want to go next? Okay, we'll come. Sunu is here? No? Okay, maybe Anju, you can go. We'll talk to Sunu when she's back. Smita, can we have one-on-one section? Oh, Deepa? Yeah, sure. Why not? I need to know more about that course. Sure, sure. So you can get in touch with Rahul, and Rahul will book appointments. If you are in Kochi or nearby, I will be in Kerala in February. So if you are interested, we can have one-on-ones, face-to-face meetings in the office at Edapalli, Kochi. Okay. Is Sunu there or she's gone? She had a question. Okay. I also wish to know more about SAP. Yeah, sure, Anita. We will get in touch with you. Okay, so that's pretty much the agenda I had to talk to you guys. If you have any questions, you can ask. If you want to share something, you can do that. Anything? No? Okay. Then, 1 minute. Yeah. For getting your appointment, to whom I need to contact? Rahul, you will contact Deepa? Or? Yes. Actually, I have shared a link, Google Form link in the chat box. എല്ലാവർക്കും അത് ഫില്ല് ചെയ്യാം. ഞാനൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഫില്ല് ചെയ്യാം. സോ അതിനകത്ത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. And we'll be contacting you. Okay, you can talk to the career expert, and definitely you can also talk to Smita based on the requirements. Okay, because we have experts in SAP. We have Smita is here. Smita will be here in Feb. So നമുക്ക് directly connect ചെയ്യാം. നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻസിനും നമുക്ക് ഞങ്ങളുടെ എല്ലാ ഹെൽപ്പും ഉണ്ടാവും. We can clear your doubts. Okay. Okay. Yeah, and another വളരെ സ്പെസിഫിക് ആയിട്ടുള്ള about your education background. So you have to mention it. അത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുക. മേ ബി അത് BCom ആവാം, ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആവാം, മേ ബി MSW ഒക്കെ ആവാം. So you have to mention വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുക. ആൻഡ് ഫോൺ നമ്പർ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക, മെയിൽ ID പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക. We will contact you. Okay. Okay. So thank you, everybody. It's really late. And sure, thank you for the patience. And thank you for making this session interactive. Usually, Kerala ഒരു session വെച്ച് കഴിഞ്ഞാൽ ഒരാളും മിണ്ടാറില്ല. So I feel very frustrated sitting and talking to myself. പക്ഷെ നിങ്ങളെല്ലാവരും നല്ലോണം participate ചെയ്തു, നല്ലോണം answers തന്നു, questions ചോദിച്ചു. Thank you so much. It makes my life easy, actually.
So thank you, everybody. Have a good night. And I wish you all a very good luck. And I hope and I wish, strongly desire you all get something in 2025. Make it your year. Okay? Thank you, everyone. Good night. Good night. Thank you, Smita, and thank you all for participating today's webinar. I think നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ട് ഫോർ ഷുവർ. ആൻഡ് സ്മിത പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഇന്ററാക്റ്റീവ് ആക്കിയതിന് ലൈക്ക് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പല ക്വസ്റ്റ്യൻസും ലാസ്റ്റിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ടൈം ഓൾറെഡി 1 hour ആണ് പ്ലാൻ ചെയ്തത്. ഓൾമോസ്റ്റ് 1.5 hours ആയി. But still, we are ready for one-to-one interaction. So please fill the Google form. We'll contact you. Okay. Thank you. Thank you all. Thank you. Good night. Good night.